വയനാടിന് കൈത്താങ്ങായി ഡിവൈഎഫ്ഐയുടെ മാതൃക. ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ സമാഹരിച്ചത് 20,44,00,000 രൂപ. സർക്കാരിന്റെ പുനർനിർമ്മാണ പദ്ധതിയുമായി ചേർന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. വയനാട് ചൂരൽമല ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡുകൾ ഓടിയെത്തി. മഴയത്തും പുതയുന്ന ചേറിലും നാടിനായി അവർ കൈകോർത്തു. ജീവനുകളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ശവശരീരങ്ങൾ കണ്ടെടുത്തു. ദുരിതബാധിതരുടെ കണ്ണീരൊപ്പി. ഇപ്പോഴിതാ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സമാഹരിച്ചത് 20,44,00,000 രൂപയാണ്. നമുക്കാകെ കേരളത്തിൽ 20,44,63,820 രൂപ ഇതുവരെ നമുക്ക് സമാഹരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനിയും കൂടാനാണ് സാധ്യത. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ചില സ്ഥലങ്ങൾ ഇനി വിൽപ്പന നടത്തി ആ പണം കൂടി ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട്. ചില ആളുകൾ വീട് നിർമ്മാണ ഘട്ടത്തിലാണെങ്കിൽ ഞങ്ങൾ ടൈൽസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെങ്കല്ല് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, മരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ വേറെയും കിടക്കുന്നുണ്ട്. ഇത് പണമായി നമ്മുടെ അക്കൗണ്ടിൽ വന്ന കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളിത് ഓരോ ബ്ലോക്ക് കമ്മിറ്റിക്കും പ്രത്യേക അക്കൗണ്ട് കൊടുത്ത് ആ അക്കൗണ്ട് വഴിയാണ് ഈ പണം മുഴുവൻ സമാഹരിച്ചത്. വീടുകളിൽ നിന്ന് ആക്രിസാധനങ്ങൾ ശേഖരിച്ചു. നാട്ടിൽ ചായ വിറ്റും പായസ ചലഞ്ച് നടത്തിയും പണം ശേഖരിച്ചു. കുട്ടികൾ കുടുക്കയിൽ സമ്പാദിച്ചിരുന്ന പണം നൽകി. ചിലർ കമ്മലും വളയും വരെ ഊരി നൽകി. കന്നുകാലികളെ വരെ സംഭാവന നൽകിയവരുണ്ട്. പൂജാരികൾ അവർക്ക് കിട്ടിയ ദക്ഷിണകൾ പോലും കൈമാറി. പിറന്നാൾ സമ്മാനം, അതുമായി ബന്ധപ്പെട്ട കേക്ക് മുറി ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളും മുതിർന്നവരുമെല്ലാം ആ പണം ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി. മറ്റു ചിലർ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഈ ഫണ്ടിലേക്ക് നൽകുന്ന നിലയുണ്ടായി. കുറേ പേർ സ്ഥലം തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ സമ്പാദ്യ കൊടുക്ക ഏൽപ്പിക്കുന്ന നിലയുണ്ടായി. വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ച് പശുവിനെയും ആടിനെയും കോഴിയെ ഉൾപ്പെടെ ഈ ഫണ്ട് സമാഹരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തിരുനാലയുണ്ടായി. ഈ അമ്പലത്തിലെ ഈ പ്രത്യേകിച്ച് പൂജാരിമാർക്കെല്ലാം കിട്ടുന്ന ദക്ഷിണ, ഒരുപാട് പൂജാരിമാർ അതുമായി ബന്ധപ്പെട്ട ദക്ഷിണ മുഴുവൻ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി. ഈ ചില പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ തെയ്യം അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് കെട്ടിയാടുന്ന ആളുകൾക്ക് കിട്ടുന്ന നേർച്ച പണം ഉൾപ്പെടെ ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി. ചായക്കട നടത്തി നമ്മുടെ സഖാക്കൾ, തെങ്ങ് കയറ്റം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി കല്ല് ചുമന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വഴിയിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ പണം സമാഹരണം നടത്തിയിട്ടുള്ളത്. പണം നൽകിയവരുടെ മനസ്സിനാണ് ഡിവൈഎഫ്ഐ നന്ദി രേഖപ്പെടുത്തുന്നത്. ആ വിശ്വാസ്യതയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ച 20,44,00,000 രൂപ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.